രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം പരാതി കൊടുത്ത രീതിയിൽ തെറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യുവതി അഭിഭാഷകന്റെ സഹായം തേടിയതിൽ തെറ്റില്ല. താനാണെങ്കിലും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനെ കൊണ്ടാകും പരാതി കൊടുക്കുക. അതിനാൽ തന്നെ പരാതി കൊടുത്ത രീതിയിൽ അപാകതയൊന്നും തോന്നുന്നില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് ഈ യുവതി കൊടുത്തിരിക്കുന്നത് എന്ന് KPCC പ്രസിഡന്റ് പറയുന്നത് അതിന് പിന്നിൽ ചില കേന്ദ്രങ്ങൾ താല്പര്യത്തോടെ പ്രവർത്തിച്ചു എന്ന സൂചനയിലാണ്. അല്ലാതെ അദ്ദേഹം നിഷ്കളങ്കമായി പറയുകയല്ല. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നു മാത്രവുമല്ല, അടുത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയും കരുതാം എന്നാണ് KPCC പ്രസിഡന്റ് പുറത്താക്കിയ ഒരാളെ കുറിച്ച് ഒരു ന്യായീകരണ വാചകം പറയുന്നത്. അതിനെ സതീശൻ സത്യം പറഞ്ഞാൽ തള്ളിക്കളയുകയല്ലേ ചെയ്യുന്നത്? വി ഡി സതീശൻ KPCC പ്രസിഡന്റിന്റെ ഒരു പോയിന്റിനെ തള്ളുകയല്ലേ ചെയ്യുന്നത്? നിഷാദ്, ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം KPCC പ്രസിഡന്റ് പറഞ്ഞത് ഈ രണ്ടാമത്തെ പരാതി അത് രാഷ്ട്രീയ പ്രേരിതമാണ്, വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ആസൂത്രിതമായി നടത്തിയ ഒരു പരാതി എന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ ഒരു മറുവാദമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതായത് ലൈംഗിക അപവാദങ്ങളിൽ അകപ്പെട്ട എത്ര പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ട്, LDF-ലുണ്ട്, CPM-ലുണ്ട്, അവർക്കെതിരെയൊന്നും യാതൊരുവിധ നടപടി എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ മാതൃകാപരമായ നടപടിയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലും ഈ രണ്ടാമത് നൽകിയ പരാതി അതിൽ എന്താണ് തെറ്റ് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വെൽ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു പരാതിയാണ് ഈ രണ്ടാമത്തെ പരാതി. ആ പരാതി നൽകേണ്ടത് അങ്ങനെ തന്നെയാണ്. അതിലെന്താണ് തെറ്റ്? ഒരു അഭിഭാഷകന്റെ സഹായം വരെ തേടിയെങ്കിൽ അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അങ്ങനെ തന്നെ ആകണം പരാതി നൽകേണ്ടത്. ഈ എന്ന് കുറ്റം ചെയ്തു എന്നതിലല്ല, കുറ്റം എന്ന് ചെയ്താലും അത് കുറ്റം തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമയത്തും ഇതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതമുണ്ട് എന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതം ഈ പരാതിക്ക് പിന്നിൽ ഉണ്ട് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ചെയ്യുകയും ചെയ്യേണ്ടത്. ഇത്തരം പരാതികളൊക്കെ കൊടുക്കുമ്പോൾ അതിന് യാതൊരു വിധത്തിലും മുൻവിധിയോടുകൂടി കാണേണ്ട ആവശ്യമില്ല. പരാതി കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ് ഈ പരാതിയിൽ അന്വേഷിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷമാണ് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പരാതികൾ നൽകുമ്പോൾ അത് വൈകി എന്ന് പറയുന്നതിൽ ഒരു പോരായ്മയൊന്നുമുള്ളതല്ല. ആ പരാതിയിൽ വാസ്തവമുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് തൻ്റേത് ഇതാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിനെതിരെയും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള, കുറ്റാരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകൾ സ്വന്തം മന്ത്രിസഭയിലുള്ളപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും മറ്റൊന്ന് ഇത്തരത്തിൽ പരാതികൾ വരുമ്പോൾ ചടുല നീക്കം നടത്തുകയും ചെയ്യുന്നു. ഇത് ഇരട്ട നീതിയാണ്. എല്ലാ കാര്യത്തിലും തുല്യമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തൻ്റെ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതിലൊരു സുതാര്യതയുള്ളതല്ല, വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയല്ല തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. 25 കൊല്ലം മുമ്പുള്ള ഒരു സമീപനമാണ് മുഖ്യമന്ത്രി ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. സമരങ്ങളോടൊക്കെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തീവ്ര വലതുപക്ഷവും ബൂർഷയൊക്കെ ആയി മാറിയിരിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സരിത കേസിൽ നടത്തിയ ആ ഒരു ദുർഗന്ധപൂരിതമായ സമരം മാത്രമൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഉള്ളത് എന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും കാലഹരണപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നിലവിൽ KPCC പ്രസിഡന്റ് നടത്തിയ ആ ഒരു പരാമർശങ്ങളോട് അതിന് വിരുദ്ധമായിട്ടുള്ള ചില രീതിയിൽ, അല്ലെങ്കിൽ അത് ധ്വനി ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും.